പറയാനുള്ളത് വിനേഷ് ഫോഗോട്ടിനെ കുറിച്ചാണ്. ഒളിമ്പിക്സിൽ ഒരു മെഡൽ ഉറപ്പിച്ചിരുന്നു. ഫൈനലിൽ കയറി വെള്ളി അല്ലെങ്കിൽ ഗോൾഡ്. ഫൈനൽ തോക്കുകയാണെങ്കിൽ ഗോൾഡ്, ഫൈനൽ തോക്കുകയാണെങ്കിൽ വെള്ളി, ജയിക്കുകയാണെങ്കിൽ ഗോൾഡ് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് പുറത്താവുകയാണ്. അപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിൽ ചെറിയ കളികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഗുസ്തി താരങ്ങൾ സമരം നടത്തിയിരുന്നു. അവരുടെ അസോസിയേഷൻ്റെ തലപ്പത്തുള്ള ബ്രിജ് ഭൂഷണോ അങ്ങനെ എന്താണ് പേര്, അയാളെ അതിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം, അതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തെരുവിൽ സാധാ ഒരു സ്ത്രീ സമരം ചെയ്യുന്നത് പോലെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുസ്തി താരമായിട്ടുള്ള ഒരാളല്ല, ഒരുവിധം ഗുസ്തി താരങ്ങൾ, ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഡൽഹിയിൽ സമരം ചെയ്ത് ഈ BJP ഗവൺമെൻറ്റിൻ്റെ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ, സാക്ഷിമാർക്ക് ഈ പറയുന്ന ആളുകളൊക്കെ. അപ്പം ഇതിൻ്റെ അസോസിയേഷൻ തലപ്പത്തുള്ളത് BJPയുടെ നേതാവാണ്. ഇയാളുടെ മകൻ ഇപ്പം മത്സരിച്ചിട്ട് MP ആയിട്ടുണ്ട്, MP MLA എന്തോ ആയിട്ടുണ്ട്. അപ്പം BJPക്ക് അത്ര പ്രധാനപ്പെട്ട ഒരാളാണ് അയാൾ. ഇപ്പോഴും അയാൾ തന്നെയാണ് തലപ്പത്തുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൾ ഈ ഒളിമ്പിക്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഒളിമ്പിക്സിലേക്ക് പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇവളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ട്, എന്നെ ചതിക്കാനുള്ള ചാൻസ് ഉണ്ട്, എന്നെ മറ്റേ മയക്കുമരുന്നുണ്ടല്ലോ, മരുന്നടിക്കുന്ന രീതി അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള കഴിവിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ട്, പക്ഷെ എന്നെ അയോഗ്യയാക്കിയേക്കാം, ഇങ്ങനെ ഒരു മരുന്ന് രീതിയിലൊക്കെ എന്നെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഭയക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നതിന് ശേഷം ഇപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തു, ഫൈനലിൽ കയറിയ സമയത്ത് ലെഫ്റ്റ് പ്രൊഫൈലുകൾ, അതായത് BJPക്ക് എതിരെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ശക്തമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്തു. കാരണം BJP തളർത്താൻ ശ്രമിച്ചിട്ടും കയറി വന്നു എന്നൊക്കെ പറഞ്ഞു. വാർത്ത ഭയങ്കര BJPക്കാരെ സർക്കാരിനെതിരേക്ക് വലിയ രീതിയിൽ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് ഈ വാർത്ത വരുന്നത്, അയോഗ്യയാക്കി. അതായത് 100 ഗ്രാമാണ് വാട്ടർ കണ്ടന്റ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒളിമ്പിക്സിന് നിയമം അങ്ങനെയാണ്. ഒളിമ്പിക്സ് കറക്റ്റ് 1 ഗ്രാമാണെങ്കിൽ പോലും അത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഒളിമ്പിക്സ് കമ്മിറ്റിയോ ഒളിമ്പിക്സിന്റെ നിയമങ്ങളോ അല്ല ഇവിടുത്തെ പ്രശ്നം, അത് ആദ്യം അറിയുന്നതാണ്. അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ട ആളുകൾ അത് ചെയ്തില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം അത് ചെയ്യാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിൽ ആളുകൾ പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്, ഇവര് മനഃപൂർവ്വം കൊടുത്ത ഭക്ഷണത്തിൽ ഇങ്ങനെ വെയിറ്റ് കൂടാനുള്ളത് കൊടുത്തു എന്ന രീതിയിലാണ് കേൾക്കുന്നത്. സംഭവം ശരിയല്ല നമുക്ക് പറയാൻ പറ്റില്ല. അത് മറ്റാൾ ചെയ്യിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ ഇവിടെ കുറ്റം പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഇതിന്റെ കമ്മിറ്റി, ഇന്ത്യൻ അക്കാദമി, ഇതിന്റെ ന്യൂട്രീഷൻസ്, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാവരും അല്ലേ, കോച്ച്, ഇവരൊക്കെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ആളുകൾ. കാരണം അവർ നോക്കേണ്ടതാണ്. ഇപ്പൊ ന്യൂട്രീഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒളിമ്പിക്സ് പോലെ അത്രയും വലിയൊരു പരിപാടിക്ക് പോകുന്ന ആളെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഈ 100 ഗ്രാം കൂടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യം അവർക്ക് അറിയാം. എന്നിട്ടും ഒരു 100 ഗ്രാം, അതും ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷ എന്ന് പറയുന്നത്, ഗോൾഡ് അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാം, തീരുമാനമാവും. കാരണം അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. കാരണം ഗോൾഡ് അടിച്ചിട്ട് കാരണം ഫൈനലിൽ വന്നിട്ടുള്ള എതിരാളി ഓൾറെഡി ഈ പറയുന്ന തോപ്പിച്ച ആളാണ്. അപ്പം അത്രയും പോസിബിലിറ്റി 90% മേലല്ലേ ഗോൾഡിനുള്ളത്. അത് എനിക്കിപ്പം എനിക്കതല്ല, പൊതുവെ എല്ലാവർക്കും ആ സംശയം ഉണ്ട്, ഇവരുടെ ഒരു കളി നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ഉറപ്പിച്ചൊരു ഗോൾഡായിരുന്നു, ഇന്ത്യയുടെ പ്രതീക്ഷ തന്നെ പോയി എന്ന് പറയാം. മാത്രമല്ല ഇപ്പൊ പല ആളുകളും നമ്മളും കണ്ടിട്ടുണ്ടാവും, എക്സലൊക്കെ പുള്ളിക്കാരി അത്രയും സങ്കടത്തോടെയാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അല്ലെ. അതായത് ഞാൻ വിരമിക്കുകയാണ്, ഈ ഗുസ്തിയിൽ നിന്ന് തന്നെ ജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു, ഗുസ്തി ജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും സങ്കടം, അത്ര പ്രതീക്ഷയോടെ വന്നത്. മാത്രമല്ല ഇവിടെ ഇത്രയും വലിയ ചർച്ചയുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, ഈ മത്സരം നടക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരി ഇത് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് എന്നെ അയോഗ്യയാക്കിയേക്കാം, ഇങ്ങനെ സംഭവിച്ചു, അത് ഭയക്കുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞത് അവർക്ക് അത്രയും ചാൻസസ് അവർ കണ്ടുകൊണ്ടാണ്. ഇന്ന ആളുകൾ, പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന ആളുകളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു സംഭവം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുള്ളത് അങ്ങനെ. പിന്നെ ഇവിടെ BJP എന്ന് പറയുന്ന ഒരു ആളുകൾ എതിർ സ്ഥാനത്ത് നിൽക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്,
ഇവർ ഈ സമരമൊക്കെ നടത്തി, പക്ഷേ തുടക്കത്തിൽ പറഞ്ഞ പോലെ സമരമൊക്കെ നടത്തി ഈ BJPക്ക് എതിരെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഈ വിനയ് ഫോഗട്ട്. അത് കാരണം അവരോട് എന്താ പറയുക, ഈ ശത്രുത വെച്ച് അങ്ങനെ ചെയ്തേക്കാം, പകരം വീട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് എന്നുള്ളത് ഒരു പോസിബിലിറ്റി മാത്രം, നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. 2, നമ്മുടെ ഈ വിനേഷ് ഫോഗട്ട് തന്നെ മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളതാണ്. ഇന്ന ആളുകൾ നമ്മളെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഇത് ഭയക്കുന്നു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ BJPയെ കാണുന്നത്. കാരണം ആരെ ഭയക്കാൻ വേറെ ആരാളുള്ളത്? പിന്നെ വേറൊരു കാരണം കൂടി ഉണ്ട് അവിടെ. അതെ, എന്താന്ന് വെച്ചാൽ ഇവരുടെ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഈ ടോപ്പ് പൊസിഷൻസിൽ ഇരിക്കുന്നതൊക്കെ BJPക്കാരാണ്. സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടെ കമ്മിറ്റിയിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ഈ പ്രധാന സ്ഥാനങ്ങളിൽ അല്ല ഇങ്ങനെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും എന്ത് കളിയും കളിക്കാനും സ്വാതന്ത്ര്യം ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മുഴുവൻ BJPക്കാരാണ്. അപ്പോ സ്വാഭാവികമായിട്ടും സംശയിക്കാൻ വീണ്ടും പല കാരണങ്ങളുണ്ട്. കാരണം ചില ഗുസ്തി താരങ്ങൾക്ക് മത്സരിക്കാൻ പറ്റിയിട്ടില്ല, അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ട് സബ് ജില്ലയിലൊക്കെ പോകുമ്പോൾ നമ്മളെ പേരില്ലാണ്ട് മത്സരിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, സബ് ജില്ലാ കലോത്സവത്തിനൊക്കെ. ഇത് ഒളിമ്പിക്സ് ആണോ? ഒളിമ്പിക്സിൽ ഒരാളെ പേരില്ല, രജിസ്റ്റർ ചെയ്തില്ല, അത് ചെയ്തില്ല. ഇപ്പൊ ഈ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് എന്തിനാണ്, PT ഉഷയ്ക്ക് എന്തിനാണ് കൊണ്ടുപോയി ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ ഒളിമ്പിക്സ് കമ്മിറ്റി അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇന്ത്യ കണ്ട ഏറ്റവും മോശം ഒളിമ്പിക്സ് ആണ് ഇപ്പൊ പാരീസിൽ നടക്കുന്നത്. ഇതുവരെ ഒരു ഗോൾഡ് കിട്ടിയില്ല. കിട്ടിയത് മറ്റേ ഇതിനുള്ള ഒരു വെള്ളിയാണ്, ഷൂട്ടിങ്ങിൽ കിട്ടിയത്, വെള്ളിയോ വെങ്കലറ്റെ. ഇപ്പൊ ഹോക്കിക്ക് കിട്ടി. ഇനി ഗോൾഡിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. കിട്ടുകയാണെങ്കിൽ തന്നെ നീരജ് ചോപ്രക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഏറ്റവും മോശം ഒളിമ്പിക്സ് ആണ് ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പള്ളി വിളിക്കുക, അമ്പലം കയറ്റുക, അല്ലെങ്കിൽ എന്താ പറയുക അവിടെ ആക്രമണം നടത്തുക എന്നല്ലാതെ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടോ സ്പോർട്സിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ സർക്കാർ? എൻ്റെ അറിവിലില്ല, ഒരു വാങ്ങത്തിലും ചെയ്യുന്നില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ വർഗീയത വിഷം തുപ്പാൻ മാത്രമേ കഴിയുള്ളൂ. വേറെ കുറെ ആളുകളുണ്ട്. ഈ പറയുന്ന വിനേഷ് ഫോഗട്ട് ഇങ്ങനെ പുറത്താക്കപ്പെട്ടപ്പോ നമ്മളെ കേരളത്തിലടക്കം മമ്മൂട്ടി, മോഹൻലാല്, സച്ചിൻ, സേവാഗ്, അതുപോലെ സെലിബ്രിറ്റികളൊക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ പോസിരുന്നതായിട്ട് കേട്ടു. ഈ വിനേഷ് ഫോഗോട്ട്, പേര് കുറച്ച് ടാസ്കാണ്, ഫോഗോട്ട് ഡൽഹിയിൽ കടന്ന് സമരം ചെയ്ത് കരഞ്ഞ് പിടിച്ച് പോലീസുകാരുടെ അടി വാങ്ങിയിട്ടും സമരം ചെയ്തപ്പോൾ ഈ പറയുന്നൊരു സെലിബ്രിറ്റീസും പോസ്റ്റ് ചെയ്തിട്ടില്ല, ഒരാളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന കുറച്ച് കായിക താരങ്ങൾ മാത്രം. ഇവരാരും സപ്പോർട്ട് ചെയ്തില്ല. മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിലും സമാന്തകളൊക്കെ പോസ്റ്റ് വന്നിട്ടുണ്ട്, ഞങ്ങള് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഇവരാരും ഈ പറഞ്ഞ സാധനം ഇട്ടിട്ടില്ല. ഇന്നിപ്പോ എല്ലാരും ഇതാ കൂടെ ഉണ്ട്, ഒപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഭയം, ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ധൈര്യമായിട്ട് പോസ്റ്റ് ഇടാം. കാരണം ഇപ്പൊ എല്ലാരും ഏറ്റെടുത്ത് വലിയ സംഭവം നാടകമാണ് ഈ ഒപ്പം നിക്കാന്നൊക്കെ പറയുന്നതൊക്കെ. എന്താണ് ഒപ്പം നിക്കല്? വെറുതെ ഒരു പോസ്റ്റ്. ഇതിലിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വാദം തുറന്നിട്ടില്ല. അവിടെ അവരെ കമ്മിറ്റിന്റെ ഇത്രയും മോശമാണെങ്കിൽ ഈ കാര്യത്തിൽ ഒന്നും നോക്കണ പോലും ഉണ്ടാവില്ല, മൈൻഡ് ചെയ്യാനുണ്ടാവില്ല. കിട്ടണ പൈസ മേടിക്കുക, പുട്ടടിക്കുക, പോവുക, ഇത്രയുള്ള പരിപാടി. അല്ലാണ്ട് ഇവരൊക്കെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒളിമ്പിക്സിലൊക്കെ ഇന്ത്യ ഇപ്പോൾ വളരെ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള അത്ലറ്റ്സുകളും എല്ലാവരും നമുക്കുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. ഇപ്പൊ ഇവരുടെ കാര്യം തന്നെ ഉണ്ടല്ലേ, 200 ഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ പറയും ഒന്ന് മൂത്രം ഒഴിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇവരെത്ര വെള്ളം കുടിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് എക്സസൈസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഉറങ്ങണം, ഏത് സമയത്ത് ഉറങ്ങണം, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ന്യൂട്രീഷൻ ഇവർക്കുണ്ട്. അത് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ട്. ഈ ബിർജുഭൂഷൺ വെക്കുന്ന ആളുകളല്ലേ, അയാൾക്കെതിരല്ലേ സമരം ചെയ്യുന്നത്. അവിടെയാണ് വിഷയേ. അയാള് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ നൈസായിട്ട് പണിയെടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള എല്ലാ അപ്പൊ അതില് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. സർക്കാർ എന്ന് തുറന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒളിമ്പിക്സ് കമ്മിറ്റി, ഇന്ത്യയുടെ ഒളിമ്പിക്സ് കമ്മിറ്റി, അതിന്റെ ഹെഡിലുള്ളത് PT ഉഷയാണ്. അതുപോലെ ഗുസ്തി അസോസിയേഷന്റെ ഹെഡിലുള്ളത് ബിർജുഭൂഷണാണ്. അപ്പൊ ഇവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്തം ഉണ്ട്. മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരും പറയാനൊന്നും വരും തോന്നുന്നില്ല. ഇന്ത്യയിൽ ഇങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് ന്യൂട്രീഷനെങ്കിലും വ്യക്തത വരുത്തണം. എന്തുകൊണ്ട് സംഭവിച്ചു, എന്ത് ഭക്ഷണത്തിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു പറയണം. അത് പറയാനൊന്നുമില്ല, പറയാൻ ചാൻസ് കാണുന്നില്ല. വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈടാ ഇത്രയും വലിയ സമരം നടന്നിട്ട് അതിനെതിരെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ ഇത്രയും സപ്പോർട്ടായിട്ടായാലും വന്നിട്ടുണ്ടോ? അത് അവിടെ നടന്നു, അത് വലിയ വാർത്തയായി, കുറച്ച് ദിവസം അത് പോയി, അതുപോലെ ഇതും പോകും. ഇത്രയും സംഭവിക്കുള്ളൂ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും യാതൊരു അവകാശത്തോടെ
കിട്ടുന്നില്ല. എല്ലാ അവകാശ ലംഘനങ്ങളും മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുക, ആര് ചെയ്യിപ്പിക്കണമെന്നൊന്നും ചെയ്യിപ്പിക്കുക, ആര് ടീമിൽ വരാൻ തോന്നുന്നു അവരെ മാത്രം ടീമിൽ എടുക്കുക. അവർക്ക് അവരുടെ കാല് നക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാവും, അല്ലാത്തവർക്ക് ഇതാണ് വിധി. ക്രിക്കറ്റ് ഒക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീലങ്കയില് 27 വർഷത്തിന് ശേഷം ശ്രീലങ്കയില് ചരിത്ര തോൽവി ടീം ഇറക്കിയ അതൊക്കെ പിന്നെ വേറെ സബ്ജക്റ്റാണ്. പക്ഷെ ഇതിലേക്ക് വരിക, പക്ഷെ ഇന്ത്യനൊക്കെ കാളില്ല. എന്താ അതാ പറ, ആര് വേണം, എന്ത് ചെയ്യണം, എങ്ങനെ വേണം രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല പലതും ചെയ്യുന്നത്. മറ്റ് വ്യക്തികളുടെ ഉയർച്ചയും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വേണ്ടി രാജ്യത്തിന്റെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കളികൾ കളിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് അവസാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഉണ്ടോ എന്ന് ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കണം. ഇല്ല എന്നാ പറയില്ല, ആലോചിക്കണം അല്ലേ? അതാണ് അവസ്ഥ.